നമസ്കാരം, എല്ലാവർക്കും അമൃത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി സ്പൈസി ബീഫ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. തേങ്ങാക്കൊത്തും കുരുമുളകും ഒക്കെ ഇട്ട് ഫ്രൈ ആക്കിയെടുത്ത ഒരു ബീഫ് ഫ്രൈൻ്റെ റെസിപ്പിയാണ്. അതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യൂ, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്തതായിട്ടിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സായിട്ടും ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്പൈസി ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് നോക്കാം. 2 സവാള മീഡിയം സൈസ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് നടുവെ കീറി വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. 12 ചെറിയ ഉള്ളി നടുവെ കീറി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ഒരു ചെറിയ കപ്പ് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ആവശ്യാനുസരണമുള്ള കറിവേപ്പില, 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ 1 കിലോ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ്. ആദ്യം തന്നെ നമുക്ക് ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് നമുക്ക് ബീഫ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായി ഒന്ന് തിരുമ്മിയെടുക്കാം. ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ബീഫിൽ നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ബീഫ്. ഇനി നമുക്കിതൊന്ന് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5 വിസിൽ അടുപ്പിച്ച് വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. നമുക്ക് ആദ്യം തന്നെ ഒരു പാന് വെച്ച് കൊടുക്കാം. പാന് ചൂടാകുമ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയ്ക്ക് ആദ്യം തന്നെ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ നമ്മൾ ബീഫ് ഫ്രൈക്ക് ഭയങ്കര ഒരു നല്ല ഫ്ലേവറാണ് കേട്ടോ കിട്ടുന്നത്. ഉള്ളവർ എന്തായാലും തേങ്ങാക്കൊത്ത് ഇടുക. ഇതിനി ഒന്ന് ബ്രൗൺ കളർ ആവട്ടെ. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് സ്പൈസിയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 12 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി കൂട്ടി എടുത്താലും നല്ല ടേസ്റ്റാണ്. ചെറിയ ഉള്ളി എന്തായാലും ബീഫ് ഫ്രൈയിൽ ഇടുക, നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അടുത്തതായിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള 2 സവാള ഇട്ട് കൊടുക്കാം. സവാള ചേർത്ത് നമുക്ക് നന്നായി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഈ സമയത്ത് ഇടുമ്പോൾ സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും. നമ്മൾ ബീഫിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. ഇനി ഇതൊന്ന് നന്നായി വഴണ്ട് വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതാ സവാള അത്യാവശ്യം നന്നായി ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ഏറ്റവും ലോ ഹീറ്റിൽ വേണം സ്റ്റവ് ആക്കാനായിട്ട്. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നേരത്തെ ബാക്കിയുള്ള 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല.
ഇപ്പോൾ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള വേവിച്ച ബീഫ് ചേർത്തി കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക. എല്ലാ സൈഡും നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ബീഫ് ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ഒക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ചതച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇത് നല്ലൊരു ഫ്ലേവർ തരും. ഇതും കൂടി ചേർത്ത് നന്നായി ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. വെളുത്തുള്ളിയുടെ നല്ലൊരു മണം വരും നമ്മുടെ ബീഫ് ഫ്രൈക്ക്. കുറച്ചുകൂടെ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. പെരിഞ്ജീരകം നല്ലൊരു ഫ്ലേവർ തരും. പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്നും കൂടി ഇറക്കുക. അപ്പോൾ ഏകദേശം ബീഫ് ഫ്രൈ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ദാ നമ്മുടെ ബീഫ് ഫ്രൈ സൂപ്പറായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് സ്പൈസി ആയിട്ടാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പം ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.